നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? ആരും ചെയ്യാത്ത വെറൈറ്റി കണ്ടൻ്റാണ്. ഫ്രഷ് മീൻ വാങ്ങാൻ വാടി കടപ്പുറത്തേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ മീനുകളുടെ ആറാട്ട്. അവിടെ നിന്ന് നമുക്കിഷ്ടമുള്ള മീനും വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കിളിമീൻ ഫ്രൈയും പാൽക്കപ്പയുമാണ്. നമുക്കാദ്യം മീനൊക്കെ വൃത്തിയാക്കാം. കിളിമീനൊക്കെ എല്ലായിടത്തുമുള്ള സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം വലിയ സൈസാണ് നമുക്കും കിട്ടിയത്. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. അതിനായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വറ്റൽമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, നാരങ്ങയുടെ നീര്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം നമ്മൾ മീനിൽ ചേർത്ത് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വൃത്തിയാക്കാം. കഴുകി പാത്രത്തിലാക്കി അടുപ്പിൽ വയ്ക്കാം. തിളയ്ക്കുമ്പോഴേക്കും പാൽക്കപ്പയ്ക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഒരു ചിരികിയ തേങ്ങ മുഴുവനായും നമ്മൾ ജാറിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ആവശ്യമായ രീതിയിൽ അത് അരച്ചെടുക്കാം. നമുക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും കപ്പ തിളച്ച് റെഡിയായിട്ടുണ്ട്. വെള്ളം ഊറ്റി വേറൊരു പാത്രത്തിലേക്കാക്കാം. കപ്പ നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ചതച്ച ഉള്ളിയും പച്ചമുളകും ചില്ലി ഫ്ലേക്സും നമുക്ക് ആവശ്യമുണ്ട്. കടുക് പൊട്ടിക്കുന്നതിനായി പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് പൊട്ടിച്ച് മുന്നേ എടുത്തു വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റാം. അതൊന്ന് വാടി വരുമ്പോൾ ഉടച്ച കപ്പ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇളകി എല്ലാം കൂടെ ചേരുമ്പോൾ ചില്ലി ഫ്ലേക്സ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കിയെടുക്കാം. പാൽക്കപ്പ റെഡിയായി. മീൻ അരപ്പ് പിടിച്ച് സെറ്റായിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മീൻ ഓരോന്നായി നിരത്താം. വലിയ പാൻ ആയതുകൊണ്ട് നമ്മളൊരു 3 മീനോളം വെച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗം റെഡി ആകുമ്പോൾ പൊടിയാതെ മീൻ മറിച്ചിടാം. മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി കിളിമീൻ ഫ്രൈ റെഡി. കൂടെ പാൽക്കപ്പയും ചൂട് കട്ടൻ ചായയും കഴിച്ചിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.